വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ ഉടൻ തന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇന്ന് ഉച്ചയോടെ മലപ്പുറം പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടക്കും. തുടർന്ന് സാംസ്കാരിക ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം പുലർച്ചെ 4 മണിയോടെയാണ് പൂർത്തിയായത്. ഇന്നലെ വൈകുന്നേരം 5:20ഓടെയാണ് മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ വാൽപ്പാറ ചുരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ നിയന്ത്രണം വിട്ട വാഹനം പലവട്ടം മറിഞ്ഞ് ഏകദേശം 300 അടി താഴ്ചയിലേക്ക് വീണ് 9-ാം വളവിന് സമീപം പതിക്കുകയായിരുന്നു. പ്രശസ്ത ടെലിവിഷൻ താരം സിദ്ധാർത്ഥ് വേണുഗോപാൽ അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. നടി സീമാജി നായരാണ് സിദ്ധാർത്ഥിന്റെ മരണവാർത്ത ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. 2 വർഷത്തോളമായി സിദ്ധാർത്ഥ് രോഗവുമായി പോരാടുകയായിരുന്നുവെന്ന് അവർ കുറിച്ചു. സീമയാണ് നടന്റെ ആരോഗ്യകാര്യങ്ങൾ നോക്കിയിരുന്നത്. ഒട്ടേറെ ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരാതിയിൽ കേസെടുത്തു. KPCC പ്രസിഡന്റായ തന്റെ പേരിൽ വ്യാജക്കത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കേസ്. അഡ്വക്കേറ്റ് KJ ജോസഫ്, അബ്ദുൾ ഖാദർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കണ്ണൂർ MP K സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സണ്ണി ജോസഫ് കത്ത് നൽകിയെന്ന തരത്തിലായിരുന്നു പ്രചാരണം. 2 പേരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു പ്രചാരണം. സണ്ണി ജോസഫിന്റെ പരാതിയിൽ സൈബർ പോലീസാണ് കേസെടുത്തത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ സീറ്റുമായി ബന്ധപ്പെട്ട് KPCCയുടെ ലെറ്റർ ഹെഡിൽ നിന്ന് കത്തുപോയെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് പരാതിയിൽ പറയുന്നത്. സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് അനുമതി നൽകി ഹൈക്കോടതി. അതേസമയം നഴ്സുമാർ പണിമുടക്കരുതെന്ന് നേരത്തെ നൽകിയ ഉത്തരവ് കോടതി പിൻവലിച്ചു. ഇരുകൂട്ടരും തമ്മിൽ നടന്ന മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി കണ്ടതോടെയാണ് ജസ്റ്റിസ് ഹരിശങ്കർ V മേനോന്റെ ഉത്തരവ്. ശമ്പള വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ പണിമുടക്കിയിരുന്നു. തുടർന്ന് നഴ്സുമാർ പണിമുടക്ക് അവസാനിപ്പിക്കുമെന്ന ധാരണയിൽ കോടതി മുമ്പ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പുനലൂരിൽ ജോലിക്കിടെ KSEB ലൈൻമാന് സൂര്യതാപമേറ്റു. കുണ്ടറ സ്വദേശി പത്മകുമാറിനാണ് സൂര്യതാപമേറ്റത്. കച്ചേരി റോഡിൽ വൈദ്യുത ജംഗ്ഷന് സമീപം വൈദ്യുത ലൈൻ പരിശോധിക്കുന്നതിനിടയിലാണ് ശരീരത്തും കയ്യിലും സൂര്യതാപമേറ്റത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന നഗരങ്ങളിൽ ആദ്യനിരയിലാണ് പുനലൂർ. KSEB പുനലൂർ സബ് ഡിവിഷന്റെ പരിധിയിൽ മാത്രം 20-ൽ പരം ലൈൻമാൻമാരാണ് ജോലി ചെയ്യുന്നത്. ഇവരുടെ സുരക്ഷയുടെ ഭാഗമായി ഉച്ചയ്ക്ക് 12-നും 3-നും മധ്യേ ഫീൽഡിൽ ജോലിക്ക് പോകേണ്ട എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.